സ്നേഹമുള്ളവരെ, ഞാൻ ഗോൾഡൻ റഹ്മാൻ, ജില്ലാ പഞ്ചായത്ത് അംഗം. ഒരു സന്തോഷകരമായ ഒരു വാർത്ത പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഉപ്പള ടൗണിലെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഉപ്പള റെയിൽവേ സ്റ്റേഷൻ റോഡ്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടം ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു. പിന്നീട് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ മുകളിൽ വരികയും റെയിൽവേ സ്റ്റേഷൻ റോഡ് ക്രമേണ ആളുകളൊക്കെ കയ്യേറ്റം നടത്തുകയും ഒരു വാഹനത്തിന് ഇപ്പോൾ കഷ്ടിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞ 2024 സെപ്റ്റംബറിൽ ഒരു 10-ാം തീയതി ഞാനും പ്രിയപ്പെട്ട ആ ടൗൺ വാർഡ് മെമ്പറും അതേപോലെ തൊട്ടടുത്ത് 23-ാം വാർഡ് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അടങ്ങുന്ന ഒരു ടീം ആ പ്രദേശത്തെ ആളുകളുമായി ഒരു സംസാരിക്കുകയുണ്ടായി. ആ സംസാരിക്കുകയും അവിടുത്തെ വികസന പ്രവർത്തനത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവിടുത്തെ പൗരപ്രമുഖർ ആ നാട്ടിലെ ആളുകളുമായി ക്ലബ്ബുകളുമായി ഒക്കെ സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ സമഗ്രമായ വികസനം നടത്തണമെന്നുള്ള ഒരു ആഗ്രഹം എല്ലാവരും പ്രകടിപ്പിക്കുകയും എല്ലാവരുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാവുകയും പ്രിയപ്പെട്ട MLA അടക്കമുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരടക്കമുള്ള ആളുകളുമായി സംസാരിക്കുകയും ഇന്ന് മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൻ്റെ 50 ലക്ഷം രൂപയുടെ ഒരു പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുകയും ടെൻഡർ നടപടി പൂർത്തിയായി. പ്രിയപ്പെട്ട ആ ഒരു ടെൻഡർ നടപടി പൂർത്തിയായി പ്രിയപ്പെട്ട സിദ്ദീഖ് ആ വർക്ക് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഡ്രൈനേജ്, റോഡിൻ്റെ 2 വശത്തും ഡ്രൈനേജ് നിർമ്മിക്കാൻ വേണ്ടി, അതുപോലെ ആ റോഡിൻ്റെ സൈഡിൽ അതുപോലെ KCBയോട് ഒരു എസ്റ്റിമേറ്റ് സമർപ്പിക്കാൻ വേണ്ടി പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി. അപ്പോൾ റോഡിൻ്റെ ഇരുവശത്തും മനോഹരമായ ഡ്രൈനേജ്, അതുപോലെ MLAയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 75 ലക്ഷം രൂപയാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ആ 75 ലക്ഷം രൂപയെ കൊണ്ട് ഒരു കോൺക്രീറ്റ് റോഡും വാക്ക് വേയും, ആളുകൾക്ക് നടന്നു പോകാനുള്ള സ്ഥലം. അപ്പോൾ ആ കയ്യേറ്റങ്ങൾ ഒഴിവാക്കി നല്ല റോഡുകളും നല്ല ഡ്രൈനേജും വാക്ക് വേയും വരുന്നതോടുകൂടി മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷൻ റോഡ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അവിടെ വ്യാപാര സ്ഥാപനത്തിൻ്റെ മുമ്പിൽ കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ആ കയ്യേറ്റങ്ങൾ ഒഴിവാക്കിയാൽ തന്നെയാണ് നമുക്കവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും സഹകരിക്കണം. നല്ല മനോഹരമായ റോഡും ഡ്രൈനേജും വാക്ക് വേയും വന്നാൽ അത് സുന്ദരമായ ഒരു പ്രദേശമായി നമുക്ക് മാറ്റാൻ സാധിക്കും. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു 10 ലക്ഷം രൂപ കൂടി അവിടെ അനുവദിക്കാൻ പോവുകയാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ട്രാഫിക് ബ്ലോക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ പോവുകയാണ്. ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിച്ച ജനപ്രതിനിധികൾ, ഭരണസമിതി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, പൂർണ്ണമായി സപ്പോർട്ട് തന്ന നേതാക്കന്മാർ അടക്കമുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു.